ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ഒരു ഉപായത്തെക്കുറിച്ചിട്ടാണ്. മാത്തമാറ്റിക്സ് നമ്മൾ മിക്കവരും സ്കൂളിൽ ആദ്യം മാത്തമാറ്റിക് കൗണ്ട് ചെയ്യാൻ പഠിക്കും, പിന്നെ അരിത്തമാറ്റിക് പഠിക്കും, പിന്നെ അത് ആൾജിബ്രയിലേക്ക് പോകും, പിന്നെ കുറച്ച് ജോമെട്രി പഠിക്കും, അനലിറ്റിക്കൽ ജോമെട്രി, ട്രിഗണോമെട്രി, പിന്നെ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനെയാണ് മാത്തമാറ്റിക്സ് അക്കാഡമിക്കലി പഠിപ്പിച്ചു വരുന്നത്. ഫോർ സം റീസൺ പിന്നെ മാത്തമാറ്റിക്കൽ എൻകൗണ്ടേഴ്സ് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനത്തെ സയൻസസ് ഒക്കെ പഠിക്കുമ്പോഴാണ് മാത്തമാറ്റിക്സ് കൂടുതൽ വരുന്നത്. ഞാനൊരു എഞ്ചിനീയറിംഗ് ലെവലല്ല പറയുന്നത്, പ്യുവർ സയൻസ് പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ ഇപ്പൊ ആഫ്റ്റർ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ +2 എടുത്തത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. അപ്പൊ മാത്സ് ഒരു സ്പെഷ്യലൈസ്ഡ് വിഷയമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഫിസിക്സും കെമിസ്ട്രി ഉള്ളത് കൊണ്ട് അവിടെയൊക്കെ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ്, കാൽക്കുലസിന്റെ ഒക്കെ റൂഡിമെന്ററി കാൽക്കുലസിന്റെ ഫോർമുലാസ് ഒക്കെ ബുക്സിൽ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആൾക്കാരോട് സംസാരിച്ചപ്പോഴാണ് കാൽക്കുലസ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, അത് മാത്തമാറ്റിക്സ് ഐച്ഛിക വിഷയമായിട്ട് എടുത്തവർക്ക് അത് നന്നായി അത് ഒരു പവർഫുൾ ടൂളാന്നുള്ളത് അറിയാനിട വന്നത്. അങ്ങനെ ഞാൻ +2 അല്ലെങ്കിൽ പ്രീ-ഡിഗ്രി കഴിഞ്ഞ് ഞാൻ വെക്കേഷനാണ് ഞാൻ മാത്തമാറ്റിക്സ് സ്വാധ്യായം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ആസ് യൂഷ്വൽ അന്ന് ജനാർദ്ദനൻ പിള്ള എന്ന് പറഞ്ഞ ഒരാളുടെ പുസ്തകം അവൈലബിൾ ആയിരുന്നു. അപ്പം ഞാനത് വാങ്ങിച്ചു. അത് അതിലെ കുറച്ച് പ്രോബ്ലംസും പിന്നെ എൻ്റെ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് അവർ BSc ഒക്കെ പഠിച്ചവരുടെ നിന്ന് അങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവ് അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചപ്പോഴാണ് മാത്തമാറ്റിക്സ് ഫോർ എക്കണോമിസ്റ്റ് എന്നുള്ളൊരു ഒരു ബുക്ക് ടാരോ യമാനയുടെ, അതായത് അന്ന് ഈ സദേൺ ഇന്ത്യയിൽ മറ്റേ എന്താ പറയുക മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന്റെ ഏക കോഴ്സ് ഉണ്ടായിരുന്നത് അറ്റ്ലീസ്റ്റ് എൻ്റെ അറിവില് മാരായസ് കോളേജിലായിരുന്നു. അപ്പൊ അവിടെ അവര് സജസ്റ്റ് ചെയ്യുന്ന അക്കാഡമിക് ബുക്കാണ്. ആലുവ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ അത് ആദ്യമായിട്ട് എടുത്തെങ്കിലും എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു കോപ്പി തരിക ചെയ്ത് പുള്ളിയുടെ ഉപയോഗം കഴിഞ്ഞപ്പോൾ. ആ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ കുറെ എന്താ പറയാ മാത്തമാറ്റിക്കൽ ടൂൾസ് പഠിച്ചത്. അങ്ങനെയാണ് ഇപ്പൊ മാക്സിമം, മിനിമ, ഒപ്റ്റിമൈസേഷൻ, ഗെയിം തിയറിയെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എല്ലാം എനിക്ക് ആ ബുക്കിൽ നിന്ന് കിട്ടിയാണ്. അപ്പോ ഈ ഹാർഡ് സയൻസസ് വെച്ചിട്ട് മാത്തമാറ്റിക്സ് പഠിക്കണതിന്റെ ഇപ്പൊ മാത്തമാറ്റിക്സിന്റെ കാൽക്കുലസിന്റെ എക്സാമ്പിൾസ്, ഫോഴ്സ്, അതേമാതിരി തന്നെ എന്താ പറയാ വെലോസിറ്റി, ആക്സിലറേഷൻ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. അപ്പോ ഇത് ഞാൻ പഠിക്കുന്നത് ലേറ്റ് 80s 89, 90 കാലഘട്ടത്തിലാണ്. അപ്പൊ അന്ന് കേവസിങ് പിന്നെ ഈ ചുറ്റും ചോദിക്കാനും അങ്ങനെ അധികം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പീപ്പിൾ ഡിഡ് നോ. ഓക്കെ, ബട്ട് അവർക്ക് തന്നെ ഒരു മാത്തമാറ്റിക്സ് ഒരു ടെക്നിക്കാലിറ്റിയാണ്, വിച്ച് ദേ ഹാവ് ടു ലേൺ ഇൻ ഓർഡർ ടു പാസ് എക്സാം. അപ്പോൾ ഈ സോഷ്യൽ സയൻസസ് വെച്ചിട്ട് മാത്തമാറ്റിക്സ് പഠിച്ചത് കൊണ്ട് ഈ എക്സാമ്പിൾസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുലയാണ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഇപ്പോ എന്താ പറയാ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ I=P×N×R, I=P/NR നമ്മൾ കാണാപ്പടം പഠിക്കുമായിരുന്നു സ്കൂളിൽ. അത് കഴിഞ്ഞിട്ട് മറ്റേതാണെങ്കിൽ P+P×1+R/100⁻n ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ. അപ്പോ അത് എന്താ പറയാ ഇയർലി കോമ്പൗണ്ടിങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 months കോമ്പൗണ്ട് ചെയ്തൂടെ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ P=P0×1+R/ മറ്റേ എന്താ പറയാ 12×100⁻12n ആണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ മന്ത്ലി ആണെങ്കിൽ, ഡെയിലി ആണെങ്കിൽ by 365×100⁻365 മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണ് ഈ എന്താ പറയുക, അതൊരു ഭയങ്കര കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ ഈ ലോഗരിതം അതിനെ കുറിച്ചൊക്കെ ഒരു നല്ലൊരു ഐഡിയ കിട്ടിയത് ഈ പുസ്തകത്തിൽ നിന്നാണ്. അപ്പോ അത് മാത്രമല്ല, പിന്നെ വില്യം ജെ ബൗമോളിന്റെ ബുക്ക്, അങ്ങനെ പലരുടെയും ബുക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ ഈ ഒരു നോർമൽ മാത്തമാറ്റിക്സ് ടെക്സ്റ്റിൽ കാണുന്ന ഈ വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ടോറസ് അല്ല മറ്റേ ടോർക്ക്, അങ്ങനത്തെയൊക്കെ അബ്സ്ട്രാക്ട് ഫിനോമിനയ്ക്ക് പകരം മറ്റേ എന്താ പറയാ
കുറച്ചും കൂടി കോൺക്രീറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാനുള്ള മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ കിട്ടി. അപ്പോ ഒരു ഫണ്ണി ഫാക്ട് അതിൽ നിന്നുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ടാരോ യമാനെ, മാത്തമാറ്റിക്സ് ഫോർ എക്കണോമിക്സ് ടാരോ യമാന, പിന്നെ വേറൊരു ബുക്ക് പിൽക്കാലത്ത് കിട്ടിയതാണ്. ആ ബുക്കിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, എഡ്വേർഡ് ടി ഡൗളിങ്ങിന്റെ ഷോം സീരീസിന്റെ ബുക്കാണ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി മെഷീൻ ലേണിംഗ് ഒക്കെ ഞാൻ പഠിക്കാൻ എന്ന കാലത്ത് ഒപ്റ്റിമൈസേഷനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോ ഈ എക്കണോമിക്സ് മാതിരിയുള്ള ഒരു സബ്ജക്റ്റ് മാത്തമാറ്റൈസ് ചെയ്യണമെങ്കിൽ കുറെ അസംഷൻസ് ഉണ്ട്. ലീനിയറിറ്റി അസംഷൻ എടുക്കണം, അങ്ങനെ. കാരണം നോൺ ലീനിയർ ആയിട്ടുള്ള ഫിനോമിന മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സോൾവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് വി വിൽ അണ്ടർസ്റ്റാൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സിനെ കുറിച്ചൊക്കെ ഒരു ഇൻസൈറ്റ് കിട്ടും, വിച്ച് വി ക്യാൻ റിലേറ്റ് ടു. അപ്പൊ മാത്തമാറ്റിക്സും ഡെയിലി ഈവൻസ് ആയിട്ടൊരു റിലേഷൻ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി നിങ്ങളുടെ ഡൈജഷൻ അല്ലെങ്കിൽ ഐഡിയാസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുമെന്നാണ് എനിക്ക് മനസ്സിലായത്. സോ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ലേൺ മാത്തമാറ്റിക്സ് ത്രൂ സോഷ്യൽ സയൻസസ്. പെർഹാപ്സ് kind of things which you were not able to do earlier, you can actually do. അപ്പോൾ ആ ബുക്കിന്റെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 36 പേജാണ്. സെറ്റ് തിയറി, റിലേഷൻ, ഫങ്ഷൻസ്, അങ്ങനത്തെ ഒരു അബ്സ്ട്രാക്ട് ആൾജിബ്രയിലേക്കൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു എൻട്രി ആയിരുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ ലിമിറ്റ്സ് ഒക്കെ ആണെന്നാണ്. തേർഡ് ചാപ്റ്ററിലാണ് ഡിഫറൻഷിയേഷൻ, ഫോർത്തില് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ, അങ്ങനെ പോകുന്ന ബുക്ക്. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് അന്ന് മനസ്സിലായില്ല. പക്ഷെ വെൻ ഐ ബിഗാൻ ടു ഗോ ആൻഡ് വർക്ക് ഇൻ ദി ഇൻഡസ്ട്രി, എന്റെ മാത്തമാറ്റിക്കൽ സൊഫിസ്റ്റിക്കേഷൻ വാസ് ഫാർ ബെറ്റർ ദാൻ മോസ്റ്റ് പീപ്പിൾ ഹും ഐ ഹാവ് എൻകൗണ്ടേർഡ്. ഇവിടെ ഈ മാത്തമാറ്റിക്സ് അവർ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ കമ്പ്യൂട്ടേഷണൽ ആസ്പെക്ട് ആണ്. അപ്പൊ മാത്തമാറ്റിക്സിന് 4 ആസ്പെക്ട് ഉണ്ട്. മോഡലിംഗ് ആസ്പെക്ട് ഉണ്ട്. എന്തായാലും ഏത് സോഷ്യൽ സയൻസ് ബുക്ക് നിങ്ങളെ പഠിപ്പിച്ചെടുക്കും. പിന്നെ ആ മോഡല് ചെയ്തിട്ട് അതിന്റെ വേരിയബിൾസ് ഐഡന്റിഫൈ ചെയ്തിട്ട് റെപ്രസെന്റേഷൻ നിങ്ങൾ ചെയ്യണം. ആ റെപ്രസെന്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റണം, അത് പിന്നെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് മാത്തമാറ്റിക്സിന് അറ്റ്ലീസ്റ്റ് 4 ആസ്പെക്ട് ഉണ്ട്: മോഡലിംഗ്, റെപ്രസെന്റേഷൻ, കമ്പ്യൂട്ടേഷൻ ആൻഡ് ഇന്റർപ്രട്ടേഷൻ. അപ്പോ ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈ ഒരു മാത്തമാറ്റിക്സിനോടൊരു അഫിനിറ്റി ഞാനൊരു നാച്ചുറൽ സയൻസ് ബുക്ക് വെച്ച് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. സോ പ്ലീസ് ഗിവ് ഇറ്റ് എ ട്രൈ ടു സ്റ്റഡി മാത്തമാറ്റിക്സ് ത്രൂ സോഷ്യൽ സയൻസസ്. പെർഹാപ്സ് യു വിൽ ആക്ച്വലി ഫിനാൻസോ ഇനി അല്ലെങ്കിൽ എക്കണോമിക്സോ അങ്ങനത്തെ ടോപ്പിക്സ് വെച്ചിട്ട് നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി really good. I hope this video was useful. Namaskar.